നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ പൂട്ടിക്കുമെന്ന് വെല്ലുവിളിച്ച സഖാക്കൾക്ക് തിരുവനന്തപുരം പോയി. ഇനി എങ്ങനെ കേരളം പിടിക്കാമെന്നാണ് ബി.ജെ.പി ചിന്തിക്കുന്നത്. വൈകാതെ തിരുവനന്തപുരത്ത് എത്തുമെന്ന് അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് അഭിനന്ദനം അറിയിക്കുകയായിരുന്നു ചെയ്തത്. തിരുവനന്തപുരത്തെ വിജയം വലിയ നേട്ടമെന്ന് മോദി പറഞ്ഞു. 1987 അഹമ്മദാബാദ് പിടിച്ച് ബി.ജെ.പി ഗുജറാത്തിൽ പിന്നീട് ഭരണം നേടിയതും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. തലസ്ഥാനം പിടിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രധാനമന്ത്രി എത്തുമെന്നും വികസനത്തിലുള്ള രൂപരേഖ തയ്യാറാക്കുമെന്നും ബി.ജെ.പി അറിയിച്ചിരുന്നു. തിരുവനന്തപുരത്തെ വിജയം ദേശീയ തലത്തിൽ ആഘോഷിക്കുകയാണ് ബി.ജെ.പി. ജെ.പി നദ്ദയും അമിത്ഷായും ഉൾപ്പെടെയുള്ള നേതാക്കൾ കേരളത്തിന്റെ തലസ്ഥാനം പിടിക്കാനായി എന്ന ട്വീറ്റുകളും ഇന്നലെ തന്നെ പങ്കുവച്ചിരുന്നു. അതിനുശേഷമാണ് മോദി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെ നേരിട്ട് ഫോണിൽ വിളിക്കുകയും അനുമോദനം അറിയിക്കുകയും ചെയ്തത്. തലസ്ഥാനത്തേക്ക് എത്തുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. അതേസമയം എന്നാണ് എത്തുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വൈകാതെ തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നാണ് അറിയിച്ചത്. അതിനിടെ തിരുവനന്തപുരത്ത് ബി.ജെ.പി പ്രവർത്തകരുടെ വിജയ ആഹ്ലാദം. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരുടെ നേതൃത്വത്തിൽ നഗരസഭയിൽ നിയുക്ത 50 കൗൺസിലർമാരും പ്രവർത്തകരുമാണ് നഗരം ചുറ്റിയത്. ബി.ജെ.പി ആസ്ഥാനമായ മരാജി ഭവനിൽ നിന്നും ആരംഭിച്ച പര്യടനം കവടിയാറിലാണ് അവസാനിച്ചത്. സംസ്ഥാനത്തെ ആദ്യ ബി.ജെ.പി മേയർ ആരെന്ന കാര്യത്തിലും ഉടൻ തീരുമാനം ഉണ്ടാകും. സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ ജില്ലാ അധ്യക്ഷനുമായിരുന്ന വി രാജേഷിനാണ് മുൻഗണന. ആർ ശ്രീലേഖയുടെ പേരുകളും ഉയർന്നു വരുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ട് വിളിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം തിരുവനന്തപുരം നഗരസഭയിലെ വിജയത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം എത്രത്തോളം ദേശീയ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് എന്നും വ്യക്തമാകുന്നത്. അതേസമയം തലസ്ഥാന നഗരിയിൽ കേവല ഭൂരിപക്ഷം നേടാതെ ബി.ജെ.പി ഭരണത്തിൽ നിന്ന് അകറ്റാൻ കോൺഗ്രസുമായി സഹകരിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. കോൺഗ്രസുമായി ചേർന്ന് തിരുവനന്തപുരം ഭരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് M.V. ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിൽ കോൺഗ്രസുമായി ചേർന്ന് ബി.ജെ.പിയെയോ ബി.ജെ.പിയുമായി ചേർന്ന് കോൺഗ്രസിനെയോ എതിർക്കാൻ നിലപാട് സ്വീകരിക്കില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു. എൽ.ഡി.എഫിന്റെ ജനകീയ അടിത്തറയിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. വർഗീയ ശക്തികളുമായി നീക്കുപോക്ക് ഉണ്ടാക്കിയതാണ് UDF മത്സരിക്കുന്നത്. എൽ.ഡി.എഫിനെ പരാജയപ്പെടുത്താൻ ബി.ജെ.പി വോട്ടുകൾ യു.ഡി.എഫിനും UDF വോട്ടുകൾ ബി.ജെ.പിക്കും ലഭിച്ച നിരവധി സംഭവങ്ങൾ പുറത്തുവരുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരം നഗരസഭയിൽ ജയിക്കാനായി എന്നത് ഒഴിച്ചാൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രദേശമായ പന്തളം മുനിസിപ്പാലിറ്റിയിൽ LDF ആണ് ജയിച്ചത്. കുളനട, ചെറുകോൽ തുടങ്ങിയ പഞ്ചായത്തുകൾ ബി.ജെ.പിയിൽ നിന്ന് തിരിച്ചുപിടിച്ചെന്നും ഗോവിന്ദൻ പറഞ്ഞു. ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് അവരുടെ കാഴ്ചപ്പാടുകളും ചിന്തകളും മനസ്സിലാക്കി കൂടുതൽ ശക്തിയായി ഇടപെട്ട് പോകാനാണ് പാർട്ടി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തലസ്ഥാന കോർപ്പറേഷൻ ഇനി ബി.ജെ.പി ഭരിക്കും. 4 പതിറ്റാണ്ടായി തുടരുന്ന ഇടതുകോട്ട തകർത്താണ് 50 സീറ്റുമായി ബി.ജെ.പി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത്. അതേസമയം സീറ്റ് ഇരട്ടിയാക്കി UDF വൻ മുന്നേറ്റം ഉണ്ടാക്കി. മുൻ DGP ആർ ശ്രീലേഖയും KS ശബരിനാഥനും വി രാജേഷും ഉൾപ്പെടെ പ്രമുഖർ ജയിച്ചു കയറി. ചുവപ്പിന്റെ തലസ്ഥാനം കാവിയണിഞ്ഞു. ത്രികോണപോരിൽ തിരുവനന്തപുരം ബി.ജെ.പിക്കൊപ്പം പോന്നു. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ബി.ജെ.പി ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ പോവുകയാണ്. 100 സീറ്റിൽ 50 ബി.ജെ.പി പിടിച്ചു. കേവല ഭൂരിപക്ഷത്തിന് ഒരേ ഒരു സീറ്റിന്റെ കുറവേ ബി.ജെ.പിക്കുള്ളൂ. നേമത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും സിറ്റിംഗ് വാർഡുകൾ നിലനിർത്തി ഒപ്പം ഇടതു കേന്ദ്രങ്ങളെ ഉലച്ചിരിക്കുകയാണ് ബി.ജെ.പി. നിയമസഭയിലേക്കുള്ള വോട്ടെണ്ണൽ ദിവസം ബി.ജെ.പിയുടെ പ്രധാന വേദി ഇനി തിരുവനന്തപുരവും ആയിരിക്കുമെന്നും വി രാജേഷ്, മുൻ DGP ആർ ശ്രീലേഖ എന്നിവരാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഞെട്ടിക്കൽ പരീക്ഷണത്തിനും സാധ്യതയുണ്ട്. വലിയ കക്ഷിയാണെങ്കിലും ഭരണം നിലനിർത്താമെന്ന് കരുതിയ LDFന് കിട്ടിയത് അപ്രതീക്ഷിത തിരിച്ചടിയായാണ് തിരുവനന്തപുരത്തുണ്ടായത്. സിറ്റിംഗ് വാർഡുകൾ പലതും നഷ്ടമായി. കഴക്കൂട്ടം മണ്ഡലത്തിലെ വാർഡുകളിൽ തകർന്നടിഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിക്കെതിരായ വികാരം മറികടക്കാൻ ഇറക്കിയ പുതിയ സ്ഥാനാർത്ഥികളും വാർഡ് വിഭജനവും തുറച്ചില്ല. 10 സീറ്റിലേക്ക് 2020 ഒതുങ്ങിയ UDFന്റേത് വമ്പൻ തിരിച്ചുവരവാണ്. തീരദേശ വാർഡുകൾ UDFനൊപ്പം നിന്നു. KS ശബരിനാഥനും വോട്ട് വിവാദമുണ്ടായ മുട്ടടയിലെ വൈഷ്ണ സുരേഷും ഉൾപ്പെടെ ജയിച്ചു. 2 വാർഡുകളിൽ സ്വതന്ത്രരാണ് വിജയിച്ചത്. അവരിൽ ഒരാൾ പിന്തുണച്ചാൽ ബി.ജെ.പിക്ക് ഭരിക്കാൻ തലവേദന ഇല്ല. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പിണറായി സത്തിന് ഏറ്റ തിരിച്ചടിയാണ് എന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ. മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസ് മുന്നിൽ നിന്ന് നയിച്ചിട്ട് കോഴിക്കോട് പോലും പരാജയമുണ്ടായി. സർക്കാരിന് തുടർന്നാൽ ഉള്ള അവകാശം ഇല്ല. പിണറായിയിൽ നിന്ന് മതേതര നിലപാടാണ് ജനം പ്രതീക്ഷിച്ചത്. അതല്ല ഉണ്ടായത്. മതേതര നിലപാടുകൾ ഉള്ളവരെ വെല്ലുവിളിക്കുകയാണ് പിണറായി ചെയ്തതെന്നും PV അൻവർ തുറന്നടിച്ചു.